അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന അസ്ദഖൽ കിതാബി കിതാബുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാത്തുഹാ വകുല്ല മുഹദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാലഹ്. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീകും അവ്വലൻ ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മാസക്കാലഘട്ടത്തിലെ തീവ്രമായ പരിശീലനത്തിന് ശേഷം നാം ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഈ ഇനിയങ്ങോട്ടുള്ള ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവികമായ പരീക്ഷണങ്ങളെയും നിരീക്ഷണങ്ങളെയും ഒക്കെ അതിജയിക്കാൻ ഈ പരിശീലനം കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സൗമ എന്ന പദത്തിൻ്റെ ഭാഷാപരമായ പരിശോധനയിൽ ഭാഷാപടുക്കളായ ആളുകൾ പറയുന്നത് യുദ്ധക്കളത്തിൽ പോരാടേണ്ടുന്ന ഘട്ടത്തിൽ പടക്കുതിരകൾക്ക് നൽകുന്ന തീവ്രമായ പരിശീലനത്തിന് പറയുന്നൊരു പേരാണ് സൗമയെന്ന്. കുറേ സമയത്തേക്ക് ഭക്ഷണവും വെള്ളവും ഒന്നും നൽകാതെ ആ ജീവിയെ യുദ്ധത്തിന് പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി പ്രാചീനരായ മനുഷ്യർ ഉപയോഗപ്പെടുത്തിയിരുന്നൊരു രീതിയെയാണ് സൗമ എന്ന് പറയുന്നത് എന്ന് വായിച്ചു പോകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുത്ത വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മളൊക്കെ ധരിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ ഇന്ന് പുതുവസ്ത്രങ്ങളാണ്. അതിലൊരു അഴുക്ക് പറ്റുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമല്ല. എങ്കിൽ അതിനേക്കാൾ കരുതലോടുകൂടി നമ്മൾ കാണേണ്ട ഒന്നാണ് നമ്മുടെ മനസ്സിൽ ഇനി കറകൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നത്. നമ്മുടെ ഭൗതികമായ ആസക്തികളെയും വൈകാരികമായ തലങ്ങളെയും നോമ്പ് നിയന്ത്രിച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. അങ്ങനെയാണ് എങ്കിൽ നിഷിദ്ധമായ കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ഇനിയുള്ള കാലങ്ങൾ കഴിയണമെന്നുള്ളതാണ്. ഖുർആനിലെ 16-ാമത്തെ അധ്യായത്തിലെ 92-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചാണ് പറയുന്നത്. വലാ തക്കൂനു കല്ലത്തി നഖലത്ത് അസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. ബലമുള്ള നൂല് മുറ്റതിന് ശേഷം തൻ്റെ നൂലിൻ്റെ പിരികൾ ഉടച്ചു കളഞ്ഞവരെ പോലെ നിങ്ങളാകരുത് എന്ന്. എല്ലാ പണികളും ചെയ്തതിന് ശേഷം അത് ബാത്തിലാക്കുന്ന നടപടികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നതാണ്. നമ്മൾ അള്ളാഹുവുമായിട്ടുള്ള നിരന്തരമായ കരാറിലൂടെയായിരുന്നു. ആ കരാറുകൾ പൂർണ്ണമായും പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. 3 കാര്യങ്ങളാണ്
ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്, നമ്മൾ ഈ ചെയ്ത കർമ്മങ്ങളൊക്കെ അള്ളാഹുവിങ്കൽ സ്വീകാര്യമായിട്ടുണ്ടോ എന്നുള്ളതാണ്. സച്ചരിതരായ മുൻഗാമികൾ ഏറെ ആശങ്കപ്പെട്ടതും ആകുലപ്പെട്ടതും ആ ഒരു കാര്യത്തിലായിരുന്നു. പെരുന്നാൾ രാവിൽ വിശ്വാസികൾ വളരെ ആഹ്ലാദത്തിമർപ്പിലാകുമ്പോൾ സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞതായി അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ വായിക്കാം. ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എല്ലാവരും സന്തോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, എൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമായിട്ടുണ്ടോ എന്നതിൽ ഞാൻ ആശങ്കപ്പെടുകയാണ് എന്നതാണ്. ഒരുപക്ഷെ നമുക്കാർക്കും അത്തരത്തിലുള്ള തീവ്രമായ ഒരാശങ്ക ഇല്ലാത്തവരായിരിക്കും. എന്നിരുന്നാൽ തന്നെയും മുൻഗാമികളുടെ ഈ ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ളൊരു ആശങ്ക നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഖുർആനിലെ 23-ാമത്തെ അധ്യായം സൂറ മുഅ്മിനൂനിലെ 60-ാമത്തെ വചനത്തിൽ ഇങ്ങനെ വായിക്കാവുന്നതാണ്. വല്ലദീന യുഅ്തൂന മാ അത്തൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. തങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് എന്ന വിചാരത്തോടുകൂടി, ഭയപ്പാടോടുകൂടി ചെലവഴിച്ചതെല്ലാം ചെലവഴിച്ചവരാണവർ എന്ന് വിശ്വാസികളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ചെലവഴിക്കേണ്ടതെല്ലാം ചെലവഴിക്കുമ്പോഴും അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഭയമാണ്. ആ ഭയം തങ്ങൾ അള്ളാഹുവിലേക്ക് തിരിച്ചു ചെല്ലേണ്ടവരാണ് എന്നതാണ്. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാൻ, അവരാണ് നന്മയിൽ മുൻകടന്നു പോയിട്ടുള്ള ആളുകൾ. വഹും ലഹാ സാബിഖൂൻ, അവർ തന്നെയാണ് സ്വർഗത്തിൽ മുമ്പേ ചെല്ലുന്ന ആളുകളും. ഖുർആൻ അങ്ങനെ അത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ ആയത്തിനെ സംബന്ധിച്ച് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, അഹുവല്ലദീ യസിനി, ആ പറഞ്ഞ ആളുകൾ, ആ ഭയപ്പാടോടുകൂടി ചെലവഴിച്ച ആൾക്കാർ അവർ വ്യഭിചരിച്ചവരായിരുന്നോ പ്രവാചകരെ എന്ന്. വയശ്റബുൽ ഹംർ, അവർ മദ്യപാനികളായിരുന്നുവോ? വയസിരിക്കു, അതല്ല അവർ മോഷ്ടാക്കളായിരുന്നോ എന്ന്. കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ആയിഷ ബിവിയോട് പറയാണ്, യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിൻ്റെ മോളെ, വലാകിന്നഹു റജുല, അവരങ്ങനെയുള്ളവരൊന്നും ആയിരുന്നില്ല. യസൂമു വയസല്ലി, അവർ നോമ്പെടുക്കുകയും നമസ്കരിക്കുകയും ചെയ്തവരായിരുന്നു. വയത്തസദ്ദഖു, അവർ ദാനധർമ്മങ്ങൾ നിർവഹിച്ചവരായിരുന്നു. വയഖാഫു, അവരെ ഭയപ്പെടുത്തിയത് അല്ലാ യുഖ്ബല മിൻഹു, ഇത് തങ്ങളിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതായിരുന്നു. അപ്പോൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിയുമ്പോഴും അള്ളാഹുവിങ്കലേക്ക് ഇത് എത്ര കണ്ട് എത്തി എന്നത് ഒരാശങ്കയായി, ആകുലതയായി മുൻഗാമികളുടെ ജീവിതത്തിൽ നിലനിന്നു എന്നുള്ളത് ആണ് പറഞ്ഞു വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരാലോചന തുടർന്നുണ്ടാകേണ്ടതുണ്ട്. നോമ്പ് നോറ്റ സഹാബിമാർ അടുത്ത 6 മാസക്കാലത്തോളം അവരുടെ പ്രാർത്ഥനകളിൽ അവർ നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു, അള്ളാഹുവേ ഞങ്ങളുടെ നോമ്പിനെ നീ സ്വീകരിക്കണമെന്ന്. ആ രീതിയിൽ സ്വീകരിക്കാനുള്ള നിരന്തരമായ പ്രാർത്ഥന ഉണ്ടാകണം. ഒന്ന്, ആത്മാർത്ഥതയില്ലാത്ത ഒന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. ലാ യുഖ്ബലു ഇല്ലൽ മുത്തഖീൻ, മുത്തഖീങ്ങളിൽ നിന്നല്ലാതെ അള്ളാഹു ഒന്നും സ്വീകരിക്കുകയില്ല. ഇന്നല്ലാഹ തയ്യിബുൻ, അള്ളാഹു പരമപരിശുദ്ധനാണ്. ലാ യുഖ്ബലു ഇല്ലാ തയ്യിബൻ, തയ്യിബല്ലാത്തത്, വിശിഷ്ടമായതല്ലാത്തത്, നല്ലതല്ലാത്തതൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നതാണ്. ഈ വചനങ്ങളെ സംബന്ധിച്ച് ഇമാം ഇബ്നു ഖയ്യിമിൻ്റെ ഒരു പരാമർശം ഇങ്ങനെ വന്നിരിക്കുന്നു, വൽ ഇഖ്ലാസു വസ്സിദ്ഖു, സിദ്ഖും ഇഖ്ലാസും, ആത്മാർത്ഥതയും സത്യസന്ധതയും, കുല്ലും മിൻഹുമാ യുസ്മിറുൽ ആഖറ വയക്തലി, അത് പരസ്പരം ബലപ്പെടുത്തുകയും അതേപോലെ തന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. പരസ്പരം ആത്മാർത്ഥതയുണ്ട് എങ്കിൽ സത്യസന്ധതയുണ്ടാകും, സത്യസന്ധതയുള്ളവന് ആത്മാർത്ഥതയും ഉണ്ടാകും. ആ രീതിയിൽ ജീവിതത്തെ നമ്മൾ ചെയ്തു പോയ കർമ്മങ്ങളൊക്കെയും ആത്മാർത്ഥമായിരുന്നുവെന്നും സത്യസന്ധമായിരുന്നുവെന്നും നമുക്ക് നമ്മെ ബോധ്യപ്പെടുത്താൻ കഴിയണം. ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ പരിവർത്തനത്തിന് വിധേയമാക്കേണ്ടതുണ്ട്. അതാണ് ഒന്നാമത്തെ ഭാഗമായി എനിക്ക് എന്നെയും നിങ്ങളെയും കൽപ്പിക്കാനുള്ളത്. മറ്റൊരു സംഗതി എന്ന് പറയുന്നത്,
ജീവിതത്തിൽ അനേക മാറ്റങ്ങൾക്ക് ഈ മാസം പ്രേരണയായി എന്നുള്ളതാണ്. മാറ്റങ്ങളുടേതാണ് റമദാൻ എന്ന് പറയുന്നത്. പലപ്പോഴും നിസ്സാരമെന്നും നമ്മൾ നിസ്സാരരാണ് എന്നുമൊക്കെ നമ്മൾ പറയുന്നുണ്ട് എങ്കിലും നമ്മൾ തന്നെ അറിയാതെ ഒരുപാട് മാറ്റങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ നിമിത്തമായിട്ടുണ്ട് റമദാൻ. അന്നപാനീയങ്ങൾ ഏറെ പ്രിയപ്പെട്ടവരായിരിക്കെ നമ്മൾ എത്രയോ മണിക്കൂറുകൾ സമയം നമുക്ക് വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടായിട്ടും അള്ളാഹുവിൻ്റെ കൽപ്പനയെ മാനിച്ചുകൊണ്ട് അത് മാറ്റിവെച്ചവരാണ് നമ്മിൽ പല ആളുകളും ക്ഷിപ്രകോപികളാണ്. എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് എടുത്തടിച്ച പോലെ പ്രതികരിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ റമദാനിൽ നമ്മൾ ആത്മനിയന്ത്രണം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിയന്ത്രണമില്ലാതെ നമ്മുടെ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്ന ആളുകൾ നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആളുകളൊക്കെയും റമദാനല്ലേ, നോമ്പല്ലേ എന്ന് കരുതി തങ്ങളുടെ നാവുകളെ തടവിലിടാൻ, അതിനെ കയറൂരി വിടാതെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ നമ്മളൊക്കെ നമസ്കരിക്കുന്നവരാണ്. പക്ഷേ നമസ്കാര കാര്യത്തിൽ ഒരു കൃത്യനിഷ്ഠയും നമുക്കുണ്ടായിരുന്നില്ല. എവിടെയെങ്കിലും ഒക്കെ സമയമാകുമ്പോൾ അങ്ങനെ നമസ്കരിക്കും. അതൊക്കെ അതിൻ്റെതായ ഒരു സമയത്തിൽ വളരെ കൃത്യമായി പോകുന്നൊരു ശീലം പരിശുദ്ധ റമദാനിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഖുർആൻ ഒരിക്കൽ പോലും കൃത്യമായി വായിക്കാത്ത നമ്മൾ അനേക സമയം ഖുർആൻ വായനക്കും പഠനത്തിനും വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ചോദ്യം അതല്ല, ഇതിൻ്റെയൊക്കെ ഭാവി ഇനി എന്താകുമെന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മാറ്റങ്ങളാണ്. അത് ഈ റമദാനോട് കൂടി തന്നെ എല്ലാം അവസാനിച്ചു കഴിഞ്ഞു, ഇനി ശവ്വാലിൽ അങ്ങനെ ഒന്നും വേണ്ടതില്ല എന്നൊരു സമീപനമാണ് നമുക്ക് വേണ്ടത്, ആലോചിക്കേണ്ടതാണ്. പലപ്പോഴും ഇസ്ലാമികമായ വലിയ ചിന്തയും വലിയ പഠനവും ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മുടെ ആളുകളൊക്കെ റമദാനിനെ ഭയപ്പെടുന്നവരായിരുന്നു. റമദാൻ ആകുമ്പോൾ ടി വിയുടെ കണക്ഷൻ പിടിക്കും അവർ. റമദാൻ ആകുമ്പോൾ പ്രത്യേകമായി ഖുർആനൊക്കെ എടുത്ത് താഴ്ത്തു വയ്ക്കും. റമദാൻ കഴിഞ്ഞാൽ അതെല്ലാം വീണ്ടും പഴയ ആ ഒരു ടവലിലൊക്കെ കെട്ടി വീണ്ടും ആ പുരയുടെ ഉത്തരത്തിൻ്റെയൊക്കെ ഇടയ്ക്കിൽ കയറിക്ക് വയ്ക്കുന്ന ശീലം ഉണ്ടായിരുന്നു. അത് പഴയ കാലമാണ്. എന്നാൽ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി നോക്കൂ. നിങ്ങൾ ഖുർആൻ നിങ്ങൾ പഠിച്ചുവെങ്കിൽ, ഖുർആൻ നിങ്ങളെ ആളുകളെ പഠിപ്പിച്ചുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? അള്ളാഹു പറയുന്നുണ്ട്, കൂനു റബ്ബാനിയീൻ, അള്ളാഹുവിൻ്റെ നിഷ്കളങ്കരായ ദാസന്മാരാകണം നിങ്ങൾ. ബിമാ കുൻതും തുഅല്ലിമൂനൽ കിതാബ, കിതാബാണ് നിങ്ങൾ പഠിച്ചത് എങ്കിൽ, ബിമാ കുൻതും തദ്റുസൂൻ, അത് തന്നെയാണ് ആളുകളെ കൊണ്ട് നിങ്ങൾ പഠിപ്പിച്ചിരുന്നത് എങ്കിൽ, കിതാബ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ കേവലം റമദാനിനെ ഭയപ്പെടുന്നവരാകാൻ പാടില്ല. മറിച്ച് ജീവിതത്തിൽ മുഴുക്കെ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. ആ രീതിയിൽ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെ നമ്മൾ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നൊരു ഭാഗം രാത്രി നമസ്കാരവും അതേപോലെ തന്നെ ദാനധർമാദികളുമാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം ഇങ്ങനെ, ലാ തദുഉ ഖിയാമുൽ ലൈൽ, നിങ്ങൾ രാത്രി നമസ്കാരം ഉപേക്ഷിക്കരുത് പറയുകയാണ്. ഫഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലാ യദഉഹു വകാന ഇദാ മരിള ഔ കസല സല്ലി ഖാഇദൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും രാത്രി നമസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല. പ്രവാചകൻ രോഗിയായിരുന്നപ്പോഴും പ്രവാചകന് ക്ഷീണമുള്ള സന്ദർഭത്തിൽ പോലും പ്രവാചകൻ ഇരുന്നു കൊണ്ട് പോലും രാത്രി നമസ്കാരം നിർവഹിച്ചതായി പ്രിയ പത്നി ആയിഷ ബീവി ഉദ്ധരിക്കുകയാണ്. അതേപോലെ തന്നെ ദാനത്തെ സംബന്ധിച്ച് പറയുകയാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വസ്സദഖത്തു തുത്ഫിഉൽ ഖതീഅ, തീർച്ചയായും ദാനധർമ്മം പാപങ്ങളെ കെടുത്തിക്കളയും. കമാ തുത്ഫിഉൻ മാഉൻ നാർ, വെള്ളം എങ്ങനെയാണോ തീയിനെ കെടുത്തിക്കളയുന്നത് അതുപോലെ നിങ്ങളുടെ ദാനധർമ്മങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ കെടുത്തിക്കളയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ്. ചെയ്തു പോയ ദാനധർമ്മങ്ങളെ സംബന്ധിച്ച് ഫഹ്റ് പറഞ്ഞ്, ഞാൻ ഇത്രയൊക്കെ ചെയ്തു, ഇന്നെല്ലാം ഇമലുകളൊക്കെ ഞാൻ ചെയ്തു, വളരെ താല്പര്യമുള്ളവനായി എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ജീവിതത്തിൽ ഇതെല്ലാം തുടർന്നും ഉണ്ടാകണം. സഹോദരങ്ങളെ, ഒരു മനുഷ്യന് ആവശ്യമുള്ളപ്പോഴാണ് സഹായിക്കുക.
റമദാനിൽ അയാൾക്ക് ആവശ്യമുണ്ടായില്ല എന്നത് അള്ളാഹു തീരുമാനിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരാൾ ശവ്വാലിൽ ഒരു ആവശ്യവുമായി വന്നാൽ റമദാനിൽ നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ആ നിലയിൽ മനുഷ്യരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് എപ്പോഴും ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ തനിക്ക് കഴിയാവുന്ന രീതിയിൽ ആളുകളെ സഹായിക്കാനും സഹകരിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ ഭാഗം അവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൂന്നാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ സംബന്ധിച്ചാണ്. ആമുഖമായി ഞാൻ ഓതിവച്ച വചനം ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറ ബഖറയിലെ 186-ാമത്തെ വചനമാണ്. എന്താണ് ആ വചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? 183-ാമത്തെ വചനത്തിലൂടെയാണ് അള്ളാഹു നോമ്പിൻ നിർബന്ധമാക്കിയ കൽപ്പന വരുന്നത്. 184-ഉം 185-ഉം കഴിഞ്ഞ ശേഷം അള്ളാഹ് പറയാം, വഇദാ സഅലക ഇബാദി, ഇനി എൻ്റെ ദാസന്മാർ എന്നെ സംബന്ധിച്ച് നിന്നോട് ചോദിക്കുകയാണ് എങ്കിൽ, അന്നീ ഫഇന്നീ ഖരീബുൻ, ഞാൻ വളരെ സമീപസ്ഥനാണ് എന്നവരോട് പറയുക. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ, അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ എന്നോട് ചോദിച്ചു കൊള്ളട്ടെ. ഫൽയസ്തജീബൂ ലീ വലിയുഅ്മിനൂ ബി ലഅല്ലഹും യർശുദൂൻ, അവർ എൻ്റെ ആഹ്വാനം സ്വീകരിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ, തീർച്ചയായും അവർ നേർമാർഗം പ്രാപിക്കുന്നവരായി മാറിയേക്കാം. അപ്പോൾ ഈ ഇബാദത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് എന്ന് പറയുന്നത് അള്ളാഹുവുമായിട്ടുള്ള വലിയ ബന്ധമാണ്. ആ ബന്ധം എത്ര കരുത്തുള്ളതായിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഒരാളുടെ ജീവിതത്തിലെ കരുത്ത് എന്താണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായി നമ്മൾ പറയൽ, നമുക്ക് നമ്മുടെ മുട്ടും കാലൊക്കെ ഉറച്ച മക്കളുണ്ട് എങ്കിൽ ആ മക്കളൊരു കരുത്താണ് നമ്മൾ പറയും. നമുക്ക് വലിയ സമ്പത്തുണ്ട് എങ്കിൽ ഞാനും നിങ്ങളും സമ്പത്തിനെ ഒരു കരുത്തായി കാണും. അതേപോലെ നല്ല സൗഹൃദങ്ങളുണ്ട് എങ്കിൽ ആ സൗഹൃദമൊക്കെയും നമുക്ക് വലിയ കരുത്താണ് എന്ന് വിചാരിക്കുന്നവരാണ് നമ്മൾ ബന്ധം പിടിക്കുന്നതും നമ്മുടെ ബന്ധുക്കളെയൊക്കെ നമ്മൾ നോക്കും. അവരൊക്കെ കൊള്ളാവുന്നവരും യോഗ്യരുമാണ് എങ്കിൽ അതും ഒരു കരുത്തായി നമ്മൾ കാണുകയാണ്. ഇനി ഏതെങ്കിലും നിലക്കുള്ള അധികാരങ്ങളുണ്ട് എങ്കിൽ ആ അധികാരങ്ങളൊക്കെയും ഒരു കരുത്തായി തന്നെയാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ കരുത്ത് എന്ന് പറയുന്നത് അള്ളാഹുവുമായിട്ടുള്ള ബന്ധമാണ്. എൻ്റെ കരുത്ത് എന്ന് പറയുന്നത് നാഥനുമായിട്ടുള്ള എൻ്റെ ബന്ധമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കരുത്ത് എന്ന് പറയുന്നത് പടച്ചവനുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എത്ര കണ്ട് കൃത്യമാണ്, ഊർജ്ജസ്വലമാണ്, ഊഷ്മളമാണ് എന്നതിനെ ആശ്രയിച്ചാണിരിക്കുന്നത്. ഖുർആനിൽ എത്രയോ വചനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാവുന്നതാണ്. 3-ാമത്തെ അധ്യായം സൂറ ആലു ഇമ്രാനിലെ 160-ാമത്തെ വചനം നമുക്ക് ഇങ്ങനെ വായിക്കാം. അള്ളാഹു പറയാണ്, ഇൻ യൻസുറുക്കുമുല്ലാഹ് ഫലാ ഗാലിബ ലക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കുകയാണ് എങ്കിൽ നിങ്ങളെ അതിജയിക്കാൻ ഒരാളെ കൊണ്ടും കഴിയുകയില്ല, നിങ്ങൾ ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയുകയില്ല. അള്ളാഹ് നിങ്ങളെ സഹായിക്കുകയാണ് എങ്കിൽ. വഇൻ യഖ്ദുൽക്കും, അള്ളാഹ് നിങ്ങളെ കൈവടിയുകയാണ് എങ്കിൽ ഫമൻ ദല്ലദീ യൻസുറുക്കും മിൻ ബഅദി, പടച്ചവന് പുറമെ നിങ്ങളെ സഹായിക്കാൻ മറ്റാരാണുള്ളത്? അള്ളാഹ് നിങ്ങളെ കൈയൊഴിഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹ് നിങ്ങളെ വേണ്ട എന്ന് വെച്ചാൽ, പടച്ചവന്റെ അടുക്കൽ സ്വീകാര്യമായവരുടെ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ പുറത്തുപോയാൽ നിങ്ങളെ സഹായിക്കാൻ പിന്നെ ആരാണുള്ളത്? വഅലല്ലാഹ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികളായ നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിൽ ബരമേൽപ്പിക്കണം എന്നാ പറയുന്നത്. ഇബാദത്തുകൾ അള്ളാഹുവിലേക്കുള്ള നമ്മെ അടുപ്പിക്കുന്ന ഒരു ഘടകമാണ് എന്നതിന് പുറമെ നമ്മെ കൂടുതൽ അള്ളാഹുവിലേക്ക് സ്വീകാര്യമാക്കുന്നതും അള്ളാഹുവുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കുന്നതും ഇബാദത്തുകളിലൂടെയാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഖുദ്സിയായൊരു വചനത്തിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ ഇക്കാര്യം നമ്മളോട് പറയുന്നുണ്ട്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതായി ഇമാം അബൂ ഹുറൈറ ഉദ്ധരിക്കുകയാണ്. ഇന്നല്ലാഹ ഖാല, അല്ലാഹു തആല പറയുകയാണ്, മൻ ആദലി വലിയൻ ഫഖദ് ആദൻതഹു ബിൽ ഹർബ്, എൻ്റെ ആത്മമിത്രത്തോട് ആരെങ്കിലും ശത്രുത പുലർത്തുകയാണ് എങ്കിൽ തീർച്ചയായും അവൻ എന്നോട് യുദ്ധം പ്രഖ്യാപിച്ചവനാണ്. എന്നാലോചിച്ച് നോക്കണം, അള്ളാഹുവിൻ്റെ ആത്മമിത്രം എന്ന് പറയുന്നത് വിശ്വാസികളായ ആളുകളാണ്. ആ ആളുകളോട് ആരെങ്കിലും ശത്രുത പുലർത്തുകയാണ് എങ്കിൽ ആ മനുഷ്യൻ അള്ളാഹുവിനോടാണ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ
അഹബ്ബു ഇലയ്യ മിമ്മാ ഇഫ്തറത്തു അലൈഹി, തീർച്ചയായും അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുക എന്നത് അള്ളാഹു നിർബന്ധമാക്കിയ കർമ്മങ്ങളിലൂടെയല്ലാതെ ഒരാൾക്കും അള്ളാഹുവിലേക്ക് അടുക്കുക സാധ്യമല്ല. അപ്പോൾ അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയങ്കരമായി തീരുന്നത് അള്ളാഹു നിർബന്ധമാക്കിയ കർമ്മങ്ങൾ നിരന്തരമായി ചെയ്യുക എന്നതാണ്. വമാ യസാലു അബ്ദി യതഖറബു ഇലാ ബിൻ നവാഫിലി ഹത്താ ഉഹിബ്ബഹു, മാത്രവുമല്ല എൻ്റെ ദാസൻ ഐച്ഛികമായ കർമ്മങ്ങളിലൂടെ അവൻ എന്നിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി തീരുന്നതാണ്. തുടർന്ന് ആ ഹദീസിൽ പറയുന്നത്, അങ്ങനെയുള്ളൊരു വ്യക്തിയുടെ കേൾവി എൻ്റെ കേൾവി പോലെയാകും, അവൻ്റെ കാഴ്ച എൻ്റെ കാഴ്ച പോലെയായിരിക്കും, അവൻ എവിടെയെങ്കിലും പിടിക്കുന്നത് ഞാൻ പിടിക്കുന്നത് പോലെയായിരിക്കും, അവൻ്റെ കാലുകൊണ്ട് സഞ്ചരിക്കുന്നത് എൻ്റെ കാലുകൊണ്ട് സഞ്ചരിക്കുന്നത് പോലെയായിരിക്കും. ഈ വചനത്തെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അള്ളാഹ് കേൾക്കുന്നതൊക്കെ ഇയാൾ കേൾക്കുന്നല്ല, അള്ളാഹു തൃപ്തിപ്പെട്ടതേ പിന്നീട് ഇയാൾ കേൾക്കുള്ളൂ എന്നുള്ളതാണ്. അള്ളാഹുവിന് തൃപ്തിയുള്ളതേ പിന്നീട് ഇയാൾ ജീവിതത്തിൽ കാണുകയുള്ളൂ എന്നതാണ്. അള്ളാഹു തൃപ്തിപ്പെടുന്നിടത്ത് ഇയാൾ പിന്നെ സ്പർശിക്കുകയുള്ളൂ എന്നതാണ്. അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ളിടത്താണ് അയാൾ പിന്നെ സഞ്ചരിക്കുക എന്നതാണ്. ആ രീതിയിൽ ആ ജീവിതം അള്ളാഹുവുമായിട്ടുള്ള വല്ലാത്തൊരു ആത്മബന്ധത്തിലേക്ക് ഒരു മനുഷ്യൻ, ഒരു ദാസൻ പരിണമിക്കുകയാണ് ഇബാദത്തുകളിലൂടെ, ഐച്ഛികവും നിർബന്ധവുമായ കർമ്മങ്ങളിലൂടെ. എന്നിട്ട് ആ വചനത്തിൻ്റെ അവസാനം അള്ളാഹു പറഞ്ഞതായി പ്രവാചകൻ പറയാം, വലയിൻ സഅലനി ലഉഅ്തിയന്നഹു, അവൻ എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഞാൻ അവനത് നൽകുന്നതാണ്. വലയിൻ ഇസ്തിആദനി, അവൻ എന്നോട് അഭയം തേടുകയാണ് എങ്കിൽ ലഉഈദന്നഹു, ഞാൻ അവന് അഭയം നൽകുന്നതാണ്. ആലോചിച്ച് നോക്കൂ, ജീവിതത്തിൽ ഇബാദത്തുകളിലൂടെ വരേണ്ടുന്ന പരിവർത്തനങ്ങളുടെ ഒരു രീതിയാണ് ഈ ഹദീസിലൂടെ പറയുന്നത്. ആ രൂപത്തിൽ നമുക്ക് എത്ര കണ്ട് നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാനും നിങ്ങളും കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട്. റമദാനിന് ശേഷം ഈ എടുത്ത എല്ലാത്തിൻ്റെയും ഫലങ്ങളെ നശിപ്പിക്കുന്നവരായി ഞാനും നിങ്ങളും മാറരുത്. ജീവിതത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഉത്തരവാദിത്വപൂർണമായ ജീവിതം നയിക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കണം. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.